SMCF എന്ന ഗസയുടെ സാഹചര്യം എന്താണ്? ആക്രമണം വീണ്ടും ഇസ്രായേൽ കടുപ്പിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചകൾ അതെങ്ങനെ നടക്കുന്നു? അതിലെ പ്രതീക്ഷ കഴിഞ്ഞ മാസം 29-നാണ് ഫ്ലോറിഡയിൽ വെച്ച് നെതന്യാഹുവും ട്രംപും ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചർച്ച നടത്തിയത്. ഈ ജനുവരിയോടുകൂടി തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന വ്യക്തമായിട്ടുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അതിന്റെ ഏതെങ്കിലും പ്രായോഗികമായിട്ടുള്ള ഒരു ഘട്ടങ്ങളെക്കുറിച്ചോ ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും ഈ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകുക എന്നത് സംബന്ധിച്ചോ ഇനിയും ചിത്രം വ്യക്തമായിട്ടില്ല. അതേസമയം ഹമാസുമായിട്ട് അനൗപചാരിക സ്വഭാവത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ച നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം ആണ് ഇതിലെ ഏറ്റവും ആദ്യഘട്ടമായിട്ട് നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു സമിതിക്ക് രൂപം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പലസ്തീൻ അതോറിറ്റിയുമായിട്ടും ഹമാസുമായിട്ടും ഈജിപ്ത് സംഘമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ മിക്കവാറും കെയ്റോയിൽ വെച്ച് നടത്തുക എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് കൂടുതൽ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഖാൻ യൂനിസിനും അതോടൊപ്പം തന്നെ റഫക്കും നേരെയാണ് ആക്രമണം നടന്നത്. ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ ജീവൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ തീക്ഷ്ണമായി തന്നെ തുടരുകയാണ്. കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും സഹായങ്ങളും താൽക്കാലിക ടെന്റുകളും നൽകണമെന്ന ലോകത്തിന്റെ ഒന്നിച്ചുള്ള അഭ്യർത്ഥന പോലും ഇസ്രായേൽ നിരാകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാത്രി ലെബനാന് നേരെയും വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനാനിൽ മാത്രമല്ല കിഴക്കൻ ലെബനാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. ധന്യ.